പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ്. ഈ കറി പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും പത്തിരിക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എങ്ങനെയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 6 ചുവന്ന മുളക്, ഉണങ്ങിയ ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളക് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം, മുഴുവനോടുള്ള മല്ലി, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം തക്കോലം, 2 ഏലക്ക, 1-2 ചെറിയ പീസ് കറുവാപ്പട്ട എന്നിവ കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കണ്ട. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. മൊത്തത്തിൽ ഇത് ഞാൻ 3 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കുന്നതിന് വേണ്ടി വെക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത പാത്രത്തിൽ തന്നെ വെച്ചാൽ ഈ സ്പൈസസ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായി തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം പൊടിച്ചെടുക്കാം. സ്പൈസസ് എല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ തയ്യാറാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള, ഞാൻ മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്, 2 സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 5-6 കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായി വാടി കിട്ടിയാൽ മാത്രം മതിയാകും. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 250 ml 1/4 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ കുറച്ച് കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം ചേർക്കുമ്പോൾ അത് ഈ ഒരു സമയത്ത് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കറി നന്നായി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നീട് നന്നായി തിളച്ചതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചിക്കൻ നന്നായി വേവിച്ചെടുക്കാം.
ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്, ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമാണെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചിക്കൻ സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പിലയും മുളകും കൂടെ പൊട്ടിച്ച് ചേർക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 2 ചുവന്ന മുളക്, ഉണങ്ങിയ ചുവന്ന മുളക് മുറിച്ചിട്ടതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.